അതായത് ഓട്ടോമേഷനും സ്മാർട്ട് ഹോമും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു കാർട്ടൻ്റെ കാര്യം എടുക്കാം നമുക്ക്. ഇപ്പോൾ കാർട്ടൻ ഓട്ടോമേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുക എന്ന് അതിന് അർത്ഥമുള്ളൂ. പക്ഷേ സ്മാർട്ട് കാർട്ടൻ അല്ലെങ്കിൽ സ്മാർട്ട് ഹോം കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയയിലെ കാർട്ടൻ ആണെങ്കിൽ ലിവിങ് ഏരിയയിൽ നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. അതായത് ഒരു വോയിസ് കമാൻഡാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അലക്സ ഓപ്പൺ കാർട്ടൻ എന്ന് പറഞ്ഞാൽ കർട്ടൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനൊരു സ്മാർട്ട്നെസ് വന്നു. സെയിം തന്നെയാണ് ലിവിങ് ഏരിയയിലെ ലൈറ്റ്സും അല്ലെങ്കിൽ മറ്റ് ഫാൻ എ സി ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യവും. ഇപ്പോൾ നമുക്കൊരു സീലിംഗ് ലൈറ്റ്സ് വാം ആക്കണം, നമ്മൾ ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്താൽ നമുക്കത് വാം ആക്കാൻ പറ്റും മൊബൈൽ വഴി. പക്ഷേ ബിഹേവിയറിനെ ബാധിക്കാത്ത രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈറ്റ്സ് വാം ആക്കണം, അതിൻ്റെ കൂടെ മറ്റ് നോർമൽ ലൈറ്റ്സ് ഓഫ് ചെയ്യണം, കർട്ടൻ ക്ലോസ് ചെയ്യണം, എ സി ഓൺ ചെയ്യണം, മ്യൂസിക് പ്ലേ ചെയ്യണം അതിൻ്റെ ഒപ്പം. ഇതൊക്കെ നോർമൽ ഓട്ടോമേഷൻ ആണെങ്കിൽ നമ്മളത് ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഓരോന്നും ഫോൺ വഴി. പക്ഷെ അത് നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമേഷൻ കൺസെപ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അത് കൂടുതൽ ബർഡൻ ആക്കുള്ളൂ. അപ്പോൾ സ്മാർട്ട് ഹോം എന്ന് പറയുന്നത് നമ്മൾ അലക്സ് റിലാക്സ് എന്നൊരു കമാൻഡ് സെറ്റ് ചെയ്താൽ ഈ പറഞ്ഞ ആക്ഷൻസ് എല്ലാം ആ ഒറ്റ കമാൻഡിൽ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ഒരു സ്വിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്താൽ ആ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ്സ് വാം ആവണം, അൺവാണ്ടഡ് ലൈറ്റ്സ് ഓഫ് ആവണം, ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എ സി ഓട്ടോമേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു ഈ ഓട്ടോമേഷനെ കുറച്ചും കൂടെ ലൈഫ് സ്റ്റൈൽ ഈസി ആക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് ഈ സ്മാർട്ട് ഹോം എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്.